നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷീല കുരാക്കാർ. സംസ്ഥാനത്തെ പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിന് നാട് വിട നൽകി. ഇ-റുപ്പി വഴി റേഷൻ. വൈഗ ഫെസ്റ്റ് ഇന്ന് കർഷക പാർലമെന്റ്. ഇന്ത്യ സൂപ്പർ 8 റൗണ്ടിൽ കടന്നു. തെരുവ് നായ്ക്കൾക്ക് ഷെൽട്ടർ ഒരുങ്ങുന്നു. ഡോക്ടർമാർ ഇന്നു മുതൽ OP ബഹിഷ്കരണത്തിന്. സംസ്ഥാനത്ത് സൂര്യതാപവും അൾട്രാവയലറ്റ് വികിരണവും റെക്കോർഡ് നിലയിലേക്ക്. കുട്ടികൾക്ക് സമൂഹമാധ്യമം നിരോധിച്ച് രാജ്യങ്ങൾ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ പ്രായം കുറഞ്ഞ അവയവദാതാവായ മല്ലപ്പള്ളി വെസ്റ്റ് വാലിമണ്ണിൽ ആലിൻ ഷെറിൻ എബ്രഹാമിന് നാട് വിട നൽകി. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 2:30യോടെയാണ് നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSI പള്ളിയിലേക്ക് ആലിൻ്റെ മൃതദേഹം വഹിച്ച് ആംബുലൻസ് എത്തിയത്. പ്രാർത്ഥനകൾക്ക് ശേഷം പള്ളി അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികൾ നൽകി. ആലിൻ്റെ മാതാപിതാക്കളായ അരുൺ എബ്രഹാമും ഷെറിൻ ആൻഡ് ജോണും അടക്കമുള്ള ബന്ധുക്കൾ അന്ത്യചുംബനം നൽകി. മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഇന്നലെ 7:45 വരെ ആശുപത്രി ചാപ്പലിൽ പൊതുദർശനത്തിന് വെച്ചു. 8 മണിയോടെ നെടുങ്ങാടപ്പള്ളിക്ക് അടുത്തുള്ള വാലിമണ്ണിൽ വീട്ടിൽ മൃതദേഹം എത്തിച്ച് ആലിൻ്റെ അവസാനമായി കാണാൻ 10,000-കണക്കിന് ആളുകളാണ് എത്തിയത്. ബിഷപ്പ് തോമസ് സാമുവൽ, ബിഷപ്പ് ഡോക്ടർ ഉമ്മൻ ജോർജ് നെടുങ്ങാടപ്പള്ളി, സെന്റ് തോമസ് CSI ഇടവക വികാരി റവറൻ തോമസ് പായിക്കാട്, മഹാ ഇടവക വൈദിക സെക്രട്ടറി റവറൻ അനിയൻ കെ പോൾ, ട്രഷറർ റവറൻ ജിജി ജോൺ ജേക്കബ് എന്നിവർ പള്ളിയിലെ ചടങ്ങിൽ കാർമ്മികത്വം വഹിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി വീണ ജോർജ്, മാത്യു ടി തോമസ് MLA, മഹാ ഇടവക രജിസ്ട്രാർ ഷീബ തരകൻ എന്നിവർ പള്ളിയിൽ അന്തിമോപചാരം അർപ്പിച്ചു. മന്ത്രിമാരായ VN വാസവൻ, റോഷ് അഗസ്റ്റിൻ, സജി ചെറിയാൻ, ചീഫ് വിപ്പ് N ജയരാജ്, പത്തനംതിട്ട DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ, CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം തുടങ്ങിയവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഇ-റുപ്പി വഴി റേഷൻ. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ ഡിജിറ്റൽ കറൻസിയായ ഇ-റുപ്പി സബ്സിഡി ഉപയോഗിച്ച് റേഷൻ വിതരണം നടത്താനുള്ള പൈലറ്റ് പദ്ധതി ഗുജറാത്തിൽ ആരംഭിച്ചു. റേഷൻ സമ്പ്രദായം കൂടുതൽ സുതാര്യമാക്കാനും അഴിമതി ഒഴിവാക്കാനുമാണിതെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. അഹമ്മദാബാദ്, സൂറത്ത് അടക്കം 4 ജില്ലകളിലാണ് പരീക്ഷണം. റേഷൻ സബ്സിഡി പണം ഇ-റുപ്പി ടോക്കണുകളായി ഉപയോക്താക്കളുടെ ഫോണിലെ ഇ-റുപ്പി വാലറ്റിലെത്തും. ഇത് കടയിലെ QR കോഡ് സ്കാൻ ചെയ്ത് കൈമാറിയാൽ റേഷൻ ലഭിക്കും. യഥാർത്ഥ ഉപയോക്താവിന് മാത്രമേ ഇതുപയോഗിച്ച് സാധനം വാങ്ങാനാകൂ. മറ്റ് ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനാകില്ല. സ്മാർട്ട് ഫോൺ ഇല്ലാത്തവർക്ക് സാധാരണ ഫീച്ചർ ഫോണിൽ ആധാർ അധിഷ്ഠിത OTP നമ്പർ നൽകിയും റേഷൻ വാങ്ങാം. ധാന്യ ATMൻ്റെ ഉദ്ഘാടനവും അമിത് ഷാ നിർവഹിച്ചു. ധാന്യ ATMൽ നിന്ന് 25 കിലോ വരെ ധാന്യം 3 സെക്കൻഡിനുള്ളിൽ എടുക്കാൻ കഴിയും. കടല, പഞ്ചസാര, ഉപ്പ് തുടങ്ങിയവയുടെ 1 കിലോ വീതമുള്ള പാക്കറ്റും ലഭിക്കും. വൈഗ ഫെസ്റ്റ് ഇന്ന് കർഷക പാർലമെന്റ്. കൃഷി വകുപ്പിൻ്റെ വൈഗ ഫെസ്റ്റിനോടനുബന്ധിച്ച് ഇന്ന് ടെക്നോ പാർക്കിലെ ട്രാവൻകൂർ ഹാളിൽ രാവിലെ 9-ന് കർഷക പാർലമെന്റ് നടക്കും. മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള കർഷക പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാന കാർഷിക രംഗം നേരിടുന്ന പ്രശ്നങ്ങളും പ്രാദേശിക തലത്തിലുള്ള വെല്ലുവിളികളും ചർച്ച ചെയ്യും. കർഷകർക്ക് അവരുടെ നിർദ്ദേശങ്ങളും അനുഭവങ്ങളും മന്ത്രി P പ്രസാദിനും കൃഷി വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നേരിട്ട് അവതരിപ്പിക്കാനുള്ള അവസരം ലഭിക്കും. കർഷക പാർലമെന്റ് അനുബന്ധിച്ച് രാവിലെ 9:15 മുതൽ 10:15 വരെ ചോദ്യോത്തരവേള നടക്കും. ഈ ഘട്ടത്തിൽ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ, ശ്രദ്ധ ക്ഷണിക്കൽ, പ്രമേയങ്ങൾ എന്നിവ പരിഗണിക്കും. തുടർന്ന് സബ്മിഷനുകളുടെ അവതരണവും അടിയന്തര പ്രമേയത്തെക്കുറിച്ചുള്ള ചർച്ചയും നടക്കും. ഇന്ത്യ സൂപ്പർ 8 റൗണ്ടിൽ കടന്നു. 2020 ലോകകപ്പിലെ ആവേശകരമായ പോരാട്ടത്തിൽ പാകിസ്ഥാനെതിരെ 61 റൺസ് വിജയവുമായി ഇന്ത്യ സൂപ്പർ 8 റൗണ്ടിൽ കടന്നു. സ്കോർ: ഇന്ത്യ 20 ഓവറിൽ 7 വിക്കറ്റിന് 175, പാകിസ്ഥാൻ 18 ഓവറിൽ 114 ഓൾ ഔട്ട്. 40 പന്തിൽ 77 റൺസുമായി തകർത്തടിച്ച ഓപ്പണിംഗ് ബാറ്റർ ഇഷാൻ കിഷൻ്റെ ഇന്നിംഗ്സാണ് ഇന്ത്യക്ക് വിജയത്തിലേക്ക് വഴിവെട്ടിയത്. ഓപ്പണർ അഭിഷേക് ശർമ്മ റണ്ണെടുക്കാതെ പുറത്തായെങ്കിലും പതറാതെ ബാറ്റ് ചെയ്ത സഹ ഓപ്പണർ ഇഷാൻ കിഷൻ ഇന്ത്യയെ സുരക്ഷിത നിലയിലെത്തിച്ചു. മറുപടി ബാറ്റിംഗിൽ തുടക്കത്തിൽ തന്നെ 3 വിക്കറ്റ് നഷ്ടപ്പെട്ട പാകിസ്ഥാന് പിന്നീട് ഒരിക്കലും മത്സരത്തിലേക്ക് തിരിച്ചെത്താനായില്ല. ഇന്ത്യക്കായി ഹാർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ, അക്ഷർ പട്ടേൽ, വരുൺ ചക്രവർത്തി എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. മത്സരത്തിന് മുൻപും ശേഷവും ഇന്ത്യ പാകിസ്ഥാൻ താരങ്ങൾ ഹസ്തദാനം നടത്തിയില്ല. തെരുവ് നായ്ക്കൾക്ക് ഷെൽട്ടർ ഒരുങ്ങുന്നു. നഗരത്തിലെ തെരുവ് നായ്ക്കളെ പാർപ്പിക്കുന്നതിനുള്ള ഷെൽട്ടറിന് വേണ്ടി 2 ഏക്കർ സ്ഥലം കണ്ടെത്തി. ഇതിന് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന്
മേയർ വി രാജേഷ് പറഞ്ഞു. മാർച്ചിൽ പോർട്ടബിൾ ABC കേന്ദ്രം ആരംഭിക്കും. ഇതിനുള്ള സ്ഥലവും കണ്ടെത്തി. 45 ദിവസം കൊണ്ട് 450 നായ്ക്കളുടെ വന്ധീകരണം നടത്താൻ സാധിക്കും. തുടർന്ന് ഇവയെ ഷെൽട്ടറിലേക്ക് മാറ്റും. കോർപ്പറേഷൻ അധികൃതർ തെരുവ് നായ്ക്കളെ കൈമാറിയ കരകുളത്തെ ഷെൽട്ടർ നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്നും ഇതിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നവർക്ക് എതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകി. തദ്ദേശ വകുപ്പ് സെക്രട്ടറി TV അനുപമയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവി, പൂവാർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, കരകുളം പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് നൽകിയത്. ഡോക്ടർമാർ ഇന്ന് OP ബഹിഷ്കരണത്തിന്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ KGM-CTA നേതൃത്വത്തിൽ നടത്തുന്ന സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് മുതൽ അനിശ്ചിതകാല OP ബഹിഷ്കരണവും അധ്യാപന ബഹിഷ്കരണവും ആരംഭിക്കും. 19 മുതൽ അടിയന്തരമല്ലാത്ത സേവനങ്ങളെല്ലാം ബഹിഷ്കരിക്കും. OP ബഹിഷ്കരണത്തിന്റെ ഭാഗമായി ഇന്ന് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ധർണ നടത്തും. 19 രാവിലെ 10 സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തും. അന്നു മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും ബഹിഷ്കരിക്കും. 25 മുതൽ എല്ലാ പരീക്ഷാ ജോലികളും ബഹിഷ്കരിക്കും. താൽക്കാലിക കൂട്ടസ്ഥലമാറ്റങ്ങൾ ഒഴിവാക്കുക. ആവശ്യത്തിന് തസ്തികകൾ സൃഷ്ടിച്ച് മെഡിക്കൽ കോളേജുകളിലെ പ്രവർത്തനം സുഗമമാക്കുക. മെഡിക്കൽ കോളേജുകളിലും രോഗികൾക്കും ഡോക്ടർമാർക്കും മികച്ച അടിസ്ഥാന സൗകര്യം ഒരുക്കുക. DA കുടിശ്ശിക നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സംസ്ഥാനത്ത് സൂര്യതാപവും അൾട്രാവയലറ്റ് വികിരണവും റെക്കോർഡ് നിലയിലേക്ക്. വേനൽ കടുക്കുന്നതിന് മുൻപേ സംസ്ഥാനത്ത് സൂര്യതാപവും അൾട്രാവയലറ്റ് വികിരണവും റെക്കോർഡ് നിലയിലേക്ക്. സാധാരണ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അനുഭവപ്പെടാറുള്ള ഉയർന്ന UV സൂചിക ഇത്തവണ ഫെബ്രുവരി പകുതിയോടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തി. സൂചിക 8 മുകളിലേക്ക് എത്തുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്നതിനാൽ കേരളത്തിൽ പൊതുവെ UV വികിരണ നിരക്ക് കൂടുതലാണ്. എന്നാൽ ഇത്തവണ ഇത് ആശങ്കയ്ക്കിടയാക്കുന്ന വിധം ഉയർന്നതായാണ് കാണുന്നത്. മുൻ വർഷങ്ങളിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ UV സൂചിക 5, 7 എന്ന മിതമായ പരിധിയിലാണ് അനുഭവപ്പെട്ടിരുന്നത്. മാർച്ച് പകുതിക്ക് ശേഷമാണ് സൂചിക 10 കടക്കാറുള്ളത്. ഇത്തവണ ഫെബ്രുവരിയിൽ തന്നെ പലയിടങ്ങളും സൂചിക 8, 9 ആയി. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പതിവില്ലാത്ത വിധം കടുത്ത വരൾച്ചയ്ക്ക് ഉയർന്ന ചൂടിനും സാധ്യതയുണ്ട്. മാർച്ചിൽ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ വരുന്നതോടെ വികിരണ തീവ്രത പരമാവധിയിലെത്തും. കുട്ടികൾക്ക് സമൂഹമാധ്യമം നിരോധിച്ച് രാജ്യങ്ങൾ. കുട്ടികൾ സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് കടുത്ത നിയന്ത്രണവുമായി രാജ്യങ്ങൾ. പോർച്ചുഗലാണ് ഏറ്റവും ഒടുവിൽ കൗമാരക്കാരുടെ സമൂഹമാധ്യമ ഉപയോഗം നിയന്ത്രിച്ച് ബിൽ പാസാക്കിയത്. 16 വയസ്സാണ് പോർച്ചുഗൽ സമൂഹമാധ്യമം ഉപയോഗിക്കാനുള്ള കുറഞ്ഞ പ്രായം. സ്ലോവേക്കിയ അടുത്തിടെ 15 വയസ്സ് വരെയുള്ളവരെ സമൂഹമാധ്യമ ഉപയോഗത്തിൽ നിന്ന് തടയാൻ നിയമം പാസാക്കിയിരുന്നു. ഓസ്ട്രേലിയ 16, ഡെൻമാർക്ക് 15, ഫ്രാൻസ് 15, മലേഷ്യ 16, നോർവേ 15, സ്പെയിൻ 16, പാകിസ്ഥാൻ 16 എന്നിങ്ങനെയാണ് പ്രായ നിയന്ത്രണം. ഇറ്റലി 14 വയസ്സിന് താഴെയുള്ളവർക്ക് വിലക്കിയപ്പോൾ ചൈന 18 വയസ്സ് വരെയുള്ളവർക്ക് സമൂഹമാധ്യമങ്ങൾ അനുവദിക്കുന്നില്ല. 16 വയസ്സിൽ താഴെയുള്ളവരുടെ സമൂഹമാധ്യമ നിയന്ത്രണം ഇന്ത്യയും ഗൗരവമായി പരിഗണിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി വീണ്ടും കാണാം.